ഹലോ, നമസ്കാരം. ഞാൻ രാകേഷ് ബാബു ആണ്. നമ്മൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് RXൻ്റെ തേർഡ് പാർട്ട് എന്താണ് ഇടാത്തതെന്ന്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഞാനിപ്പോൾ ക്വാറൻറ്റൈനിലാണ്. അപ്പോൾ കുറച്ച് നാളായിട്ട് ഇപ്പം ക്വാറൻറ്റൈൻ ആയതുകൊണ്ട് വീട്ടിൽ തന്നെയാണ്, വർക്ക്ഷോപ്പൊന്നും തുറക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ RXൻ്റെ തേർഡ് പാർട്ട് ചെയ്യാഞ്ഞത്. ഇപ്പം അതുകൊണ്ട് ഞാൻ ക്വാറൻറ്റൈനിലാണെങ്കിലും ഇപ്പം നമ്മുടെ വീടിൻ്റെ മേളിലോട്ട് നമ്മുടെ ബേബീനെ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവൻ്റെ കുറച്ച് പരിപാടി, അതായത് ഇപ്പോൾ സ്റ്റാർട്ടിങ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാനാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്നൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയാണ്. ഞാൻ രാവിലെ മുതൽ ഇപ്പോൾ ചെയ്യണതാണ്. ഇപ്പോൾ വൈകിട്ട് 4 മണിയായിട്ടുണ്ട്. അപ്പോൾ രാവിലെ മുതൽ ചെയ്യണതാണ്. അപ്പോൾ ഏകദേശം കാർബറേറ്ററൊക്കെ കുറച്ച് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചേക്കുവാണ്. ഏകദേശം സ്റ്റാർട്ടിങ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ RXൻ്റെ ടാങ്ക് ഇത് ഞാൻ പുട്ടിയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചേക്കുവാണ്. ഇനി ഒന്ന് പെയിൻ്റ് അടിച്ചാൽ മാത്രം മതി, ബാക്കി വർക്കൊക്കെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇതേ നമ്മൾ പെട്രോൾ ടാപ്പൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മേളിൽ ഒഴിക്കാനുള്ള ക്യാപ്പ് നേരത്തെ വീഡിയോയിൽ നമ്മളിത് വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തേക്കുവാണ്. ഈ സ്പ്ലെൻഡറിൻ്റെ സൈഡ് ലോക്കിൻ്റെ ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പെട്രോൾ ടാങ്ക്. ഇനി നമുക്ക് ഇതിനെ വെച്ചിട്ട് ഇപ്പോൾ പെട്രോളൊക്കെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. സ്റ്റാർട്ടിങ് ആണോ ഒന്നും എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വെക്കുന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് വീഡിയോയിൽ കമൻ്റായിട്ട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ, അതായത് നമ്മുടെ ഈ ക്ലച്ചിൽ എങ്ങനെയാണ് ഈ ഫ്രീ വീലിൻ്റെ സംഭവം സെറ്റ് ചെയ്തേക്കണം. ഇത് നമ്മൾ ലേത്തിൽ ചെയ്താണ് ഈ ഒരു ക്ലച്ചിൽ ചെയ്തേക്കുന്നതാണ് ഈ ഒരു ഫ്രീ വീല്. അപ്പം വണ്ടിയുടെ RPM കൂടുമ്പോഴത്തേക്കും ഈ ക്ലച്ച് ആക്റ്റായിട്ട് ഇതിൽ റൊട്ടേഷൻ വന്നിട്ട് നേരെ വീലിലോട്ട് പോകും. അതാണിപ്പോൾ ചെയ്തേക്കുന്നത്. നമുക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇത് നമ്മുടെ പെട്രോൾ ലൈനാണ്. പെട്രോൾ ലൈൻ കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ നേരത്തെ ഇതിൻ്റെ ഈ മെഷീൻ്റെ ശരിക്കും ആക്സിലേറ്റർ വന്നിരുന്ന ഈ ഭാഗത്താണ്. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ കൈ കൊണ്ട് പ്രസ് ചെയ്യുന്ന രീതിയിലുള്ളതായിരുന്നു. ഞാനതിൽ പുതിയൊരു യൂണിറ്റ് ചെയ്ത് വെച്ചാണിത്. ഇതിപ്പം ആക്സിലേറ്റർ കേബിളാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ വണ്ടി ചെയ്യുമ്പോൾ തന്നെ ആക്സിലേറ്റർ ഇപ്പോൾ കയ്യിലോട്ട് മാറ്റി വെക്കുകയാണ്. ഓക്കെ, ഇത് വർക്ക് ചെയ്യണത് കണ്ട ഇങ്ങനെയാണ് കേട്ടോ. ഇത് ഞാൻ തുണിയാനിട്ട് വെച്ചിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ആക്സിലേറ്റർ. അപ്പോൾ അവിടെ ഇരുന്ന് പോയി, ഇത്രയും ദിവസമായ എടുക്കാതിരിക്കണം. ഇതിന് നേരത്തെ പറഞ്ഞ പോലെ 3 ബോൾട്ടിലാണ് കേട്ടോ നമ്മൾ പിടിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്വാറൻറ്റൈനിൽ ഇരിക്കുമായിരുന്നെങ്കിൽ ഞാൻ ഇതുപോലത്തെ കുറച്ച് വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ RXന് വേണ്ടി ചെയ്യാൻ എടുത്തിട്ട് നേരത്തെ ചെയ്ത ഒരു ഫൈബറിൻ്റെ ഹെഡാണ്. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു സമയത്താണ് ഇതിന് പുട്ടിയൊക്കെ ഇട്ട് നല്ല ഫിനിഷിങ് ആക്കിയത്. അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്താൽ മാത്രം മതി. ബാക്കി ഏകദേശം പുട്ടി വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യണം. കട്ടറൊക്കെ വർക്ക്ഷോപ്പിലാണ്, അതുകൊണ്ട് അതൊന്നും നടന്നില്ല. പിന്നെ ഇന്ന് കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യണം, പിന്നെ പെയിൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും വർക്കൊക്കെ ഏകദേശം ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. പെട്രോൾ ഇനി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഇതിനെ. ഇതിൻ്റെ എൻജിൻ ഓഫ് സ്വിച്ച് ഇതാണ് കേട്ടോ. ഇത് ശരിക്കും കട്ടറിന് തന്നെ ഉണ്ടായിരുന്ന എൻജിൻ ഓഫ് ഓൺ സ്വിച്ചാണ്. പിന്നെ നമുക്ക് ഇതിനെ കയ്യിലോട്ടാക്കണം. ഇതിപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ഇവിടുന്ന് കയ്യിലോട്ട് മാറ്റിയെടുക്കണം. ഓക്കെ, ഇപ്പോൾ ഇത് ഓൺ പൊസിഷനാണ്. മുകളിലോട്ടിരിക്കുമ്പോൾ ഓൺ പൊസിഷനാണ്. ഇനി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണ്. എൻ്റെ ചോക്ക് കിടപ്പുണ്ട്, അത് കാരണം ഓഫായിപ്പോയത്. ചോക്കിൻ്റെ ഇതിൻ്റെ അകത്താണ് വന്നേക്കണം. അതിന് നമുക്കിപ്പോൾ ഒരു ഇതായിരുന്നു അതിൻ്റെ സാധനം. ഇതാണ് ചോക്ക് സെലക്ട് ചെയ്യണ സംഭവം. ഇതിൻ്റെ അകത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് വേറെ കയ്യിലോട്ടൊക്കെ ആക്കണം. വർക്കുണ്ട് ഒരുപാട്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഓക്കെ,
ഓക്കെ, അപ്പോൾ വണ്ടി സ്റ്റാർട്ടാകുന്ന ഒരു കണ്ടീഷനിലായി. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം ബാക്കിയുള്ള വർക്കൊക്കെ തീർക്കാനായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് കൈയും കാലൊക്കെ കുറച്ച് പൊട്ടിയിട്ടുണ്ട്. ഓ ജാർക്ക്. ആ അപ്പം എൻ്റെ ക്വാറൻറ്റൈനൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് RXൻ്റെ വീഡിയോ കംപ്ലീറ്റ് ആക്കി ചെയ്യുന്നതാണ്. മറ്റുള്ള വർക്കൊന്നും ചെയ്യത്തില്ല. ആദ്യം ഇറങ്ങിയ ഉടനെ നമ്മുടെ RXൻ്റെ വർക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ബൈ.